IPA പ്രയർ ലൈനിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 25-8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഹല്ലേലൂയ. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ പരിശുദ്ധാത്മാ അഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അതായത് the anointing of the Holy Spirit transforms us into a temple. That's a topic. നമുക്കൊരു പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ IPA പ്രയർ ലൈനിൽ ദൈവം ഞങ്ങൾ വന്നിരിക്കുന്നു. ഷിക്കാഗോയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ദൈവമക്കളുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്നപേക്ഷിക്കുന്നു. അടിയുടെ നാവോടുകൂടി ഇരിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം മോശയോട് കൽപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽ മക്കൾ നല്ല മനസ്സോടു കൂടി കൊണ്ടുവന്ന വഴിപാട് ഉപയോഗിച്ച് അവർ മന്ദിരം നിർമ്മിക്കുന്നു. നമ്മുടെ ഇതൊന്ന് വായിക്കാം. പുറപ്പാട് 40-34 വായിച്ചേ. പുറപ്പാട് 40-34. യെസ്. അപ്പോൾ മേഘം സമാഗമന കൂടാരം മൂടി യഹോവയുടെ തേജസ്സെ തിരുനിവാസത്തെ മറച്ചു. ആമേൻ. കുഞ്ഞുമോൾ സൗരി എന്നും സമാപന കൂടാരത്തെ കുറിച്ച് പഠിപ്പിച്ചല്ലോ. ഓക്കെ. അപ്പൊ ദൈവ തേജസ് ഇറങ്ങി വസിച്ചു, മറച്ചു. അപ്പൊ വിശുദ്ധ മന്ദിരം പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നേരം അത് ദ്രവത്വമുള്ളതായിരുന്നു. അങ്ങനെ നിർമ്മിച്ച മന്ദിരവും ദ്രവത്വമുള്ളതാണ്. അപ്പം നിത്യനായ ദൈവം ഈ കൂടാരത്തിൽ നിത്യമായി വസിക്കുന്നില്ല. കാലാന്തരത്തിൽ നമുക്കറിയാം, പിന്നീട് ദാവീദിന്റെ പുത്രനായ ശലോമോൻ മഹത്വമേറിയ ഒരു ആലയം പണിയുന്നു. അത് വിലയേറിയ വസ്തുക്കളെ കൊണ്ട്, ഇന്നത്തെ വിലയനുസരിച്ച് ബില്യൺ ഡോളറിൻ്റെ വിലയുള്ള ആലയമായിരുന്നു ശലോമോൻ പണിഞ്ഞത്. പക്ഷെ അതും ദ്രവത്വമുള്ളതായിരുന്നു. അത് 3 തവണ ആക്രമിക്കപ്പെട്ടു. നമുക്കറിയാം, അതിലോട്ടൊന്നും പോകുന്നില്ല. സെരുബാബേലും ഹെരോദാവും മനോഹര ദേവാലയങ്ങൾ അല്ലേ. ഇപ്പം മൂന്നാമത് പണിഞ്ഞതാണ് ഹെരോദാവ്. പണിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലൊന്നും ദൈവം സ്ഥിരവാസം ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആകെ നിത്യദൈവത്തിന് വസിക്കേണ്ടതിന് നിത്യമായ ഒരു പാർപ്പിടം കണ്ടെത്തണമായിരുന്നു. അതാണ് പുതിയ നിയമസഭ, അതിശക്തമായ ജനത്തിൻ്റെ സംഘം. നമ്മൾ ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പരിശുദ്ധാത്മാഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റുന്നു. അതെ. അപ്പം മനുഷ്യൻ ദ്രവത്വമുള്ളവനാണെങ്കിലും അവനെ അദ്രവത്വമുള്ളവനാക്കി തീർക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പം ഈ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ മനുഷ്യനെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത് സകല ജഡവും വാക്യങ്ങൾ പലത് വായിക്കാനുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലതൊക്കെ വിട്ട് വാക്യം വായിക്കുന്നില്ല. എങ്കിലും നമുക്കറിയാം, 1 പത്രോസിൽ വായിക്കുന്നുണ്ട്. സകല ജഡവും വായിക്കും. 1 പത്രോസ് 1:24 എന്ന് വെച്ചാൽ 1:24 1 പത്രോസ് സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതെ. വചനം അപ്പൊ സകലയിടവും പുല്ല് പോലെയാണ്. അപ്പൊ തിരുവചന പ്രകാരം മനുഷ്യനും അവന്റെ പ്രതാപവും അസ്തമിക്കുകയാണ്. ദ്രവത്വമുള്ള മനുഷ്യൻ
അതായത് നിത്യനാകുന്നത് ആകുന്നതിനുള്ള ഒന്നാമത്തെ പടിയാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം. അപ്പൊ ദൈവവചനം പാപക്ഷമ മനുഷ്യനിൽ പ്രവേശിച്ച് അവനെ ജീവനുള്ളവനായിട്ടും അദ്രവത്വമുള്ളവനായും മാറ്റുന്നു. അതായത് ഈ 1 പത്രോസ് 1:21 വായിച്ച്, 23 വാക്യം വായിച്ച്, 1:23. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സോദരൻ, കെടുന്ന ബീജത്താലല്ല, നിലനിൽക്കുന്നതുമായ നിലനിൽക്കുന്നത് ദൈവവചനത്തിലാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച മനുഷ്യൻ നിത്യനായി മാറ്റപ്പെടുമ്പം ദൈവം അവനിൽ നിത്യമായി വസിക്കുന്നു. നാം ദൈവമക്കളാണെന്ന് പറയുന്നു, ആണ്. പക്ഷേ അതെ, നമ്മൾ പരിശുദ്ധാത്മാവ് വിഷയം ടൈറ്റിൽ പറഞ്ഞ പോലെ നമ്മെ ആലയമാക്കി മാറ്റിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആലയമായി മാറിയിട്ടുണ്ടോ? അത് സ്തോത്രം. അല്ലേ? പുതിയ നിയമത്തിൽ ഉണ്ട്. താങ്ക് യു. അത്ര ബോൾഡായിട്ട് പറയാൻ കഴിഞ്ഞത്. അതെ, കഴിഞ്ഞു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എപ്പോഴും ദൈവത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അല്ലേ? പറയാൻ സാധിച്ചത്. എല്ലാ കുഞ്ഞുങ്ങൾ സൗരി ഇന്നും പ്രസംഗിച്ചല്ലോ അല്ലേ? സമാഗമന കൂടാരത്തെക്കുറിച്ച്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പം ദൈവം, അതെ, ഇപ്പം നമ്മൾ പത്രോസിലേഖനത്തിൽ വായിച്ചു, വീണ്ടും ജന്മം പ്രാപിച്ച മനുഷ്യൻ നിത്യനായി മാറ്റപ്പെടുമ്പം ദൈവം അവനിൽ നിത്യമായി വസിക്കുകയാണ്. അറിയാം. അപ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാ അഭിഷേകത്താലാണ് ദൈവം മനുഷ്യനിൽ ഇറങ്ങി വസിക്കുന്നത്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പം നമ്മൾ സാധാരണ മനുഷ്യരല്ല. മനസ്സിലാക്കാം. നിങ്ങൾ ദൈവത്തിന് അതൊന്ന് വായിക്കും. 1 കൊരിന്ത്യർ 3:16 വായിച്ചു. 1 കൊരിന്ത്യർ 3:16. ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവെ നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ബി കെയർഫുൾ. ഹല്ലേലൂയ. അതെ, ആരും ഇവിടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അതെ, വീലിങ്ങിലെ രാജസ്വ പ്രാർത്ഥിച്ചായിരുന്നു. അതെ, പലരും പ്രാർത്ഥിച്ചു. നാം വിശ്വാസികളാണ്. നമ്മുടെ ജീവിതം ഭയത്തോടുകൂടി വിറയലോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. നാം ദൈവത്തിൻ്റെ ആലയമാണ്. ഓർമ്മയിരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? പൗലോസ് ചോദിക്കുന്നു, ഈ അനുഭവം പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരാകുന്നു. വായിക്കാം. അപ്പോസ്തലർ 2:37-38 വാക്യം വായിക്കാം. അപ്പോസ്തലർ 2:37-38 വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ആമേൻ. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം അത് വിശിഷ്ട അനുഭവം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വ്യക്തിപരമായി ഉണ്ടാകുന്നതാണ്, ഉണ്ടാകേണ്ടതുമാണ്. നമ്മളിൽ വ്യക്തിപരമായിട്ടുണ്ടോ? നമ്മളിൽ വ്യക്തിപരമായിട്ടുണ്ടാകണം. നാം ദൈവത്തിൻ്റെ ആലയമാണ്. ആണെന്ന് പറയുമ്പോൾ എങ്ങനെയാകുന്നു? എപ്പോഴാകുന്നു? എങ്ങനെയാകുന്നു? അല്ലേ? അതുകൊണ്ട് ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് ദിവസം നമുക്കറിയാം, ആദ്യ വിശ്വാസികൾ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ച് തിരുനാമത്തെ മഹത്വീകരിക്കുകയും അത് കേട്ട് ജനങ്ങൾ ഓടിക്കൂടുന്നു. അപ്പോൾ ആ അവസരം പത്രോസും അവരോട് പ്രസംഗിച്ചത് ഈ അപ്പോസ്തലപ്രവൃത്തി മറിക്കല്ലേ, 2-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 17-ാം വാക്യം. യെസ്.
ഭൂമിയിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇനി 22 വാക്യം. 22 ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുകയും നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി യേശുവിനെ ദൈവം തന്റെ നിർണയത്താലും മുന്നറിവിനാലും എത്തിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോവേൽ പ്രവചനത്തിലുണ്ട്. അപ്പോഴോട്ട് പോകുന്നില്ല. യോവേൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ക്രൂശിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് ദൈവഫലത്വഭാഗത്തേക്ക് ആരോപണം ചെയ്ത് അത് നൽകപ്പെട്ട അനുഭവം. നമ്മൾ ഈ ഇത് തന്നെ 37 വാക്യം വായിച്ച്. 37 വാക്യം 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ദേശം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ പുരുഷന്മാരെ ചോദിക്കാണ്, പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഓക്കെ, സ്തോത്രം. വിശ്വാസികളായ നാം പൊതുവിൽ സഭയോട് സഭയിലെ ജനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുവാൻ അത് ചോദിക്കുകയാണ്. ആ ചോദ്യം എന്താണ്? അപ്പൊ ഈ ചോദ്യത്തിന് അന്തർലീനമായിരിക്കുന്ന ആശയം എന്താണ്? പത്രോസ് തുടങ്ങി ആ ശിഷ്യവൃന്ദത്തിലുള്ളവര് അവർക്ക് ലഭിച്ച അനുഭവം തങ്ങൾക്കും ലഭിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? അപ്പം 2:38 എന്താ പറഞ്ഞത്? വായിക്കുന്ന 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പം മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹം നിങ്ങൾക്കും കൂടെ ആയിരിക്കും. അതായത് ഞങ്ങൾക്ക് ലഭിച്ച ഈ ദിവ്യ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ആണെന്ന് എണ്ണിക്കൊണ്ടാൽ മതി എന്ന്. അങ്ങനെയല്ല പത്രോസിന്റെ മറുപടി. അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റാൽ ഞങ്ങൾക്ക് ലഭിച്ച പോലെ തന്നെ നിങ്ങൾക്കും ലഭിക്കും. അങ്ങനെയാണ് താൻ പ്രബോധിപ്പിക്കുന്നത്. സ്നാനമേറ്റ് പത്രോസ് വായിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അതെ, അപ്പം പത്രോസ് സ്നാനപ്പെട്ടപ്പം ഉള്ള അനുഭവമാണ് ഇവിടെ താൻ ഷെയർ ചെയ്തത്. പിന്നെ അഭിഷേകം പ്രാപിക്കാൻ അവരുടെ കൂടി വന്നേക്കുക. അത് രണ്ടാമത്തെ പ്രോസസ്സാണ്. ആത്മസ്നാനം ഓരോ വ്യക്തിക്കും അനുഭവപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് വീണ്ടും ജനം പ്രാപിച്ചതുകൊണ്ട് അഭിഷേകം പ്രാപിക്കത്തില്ല, ആയിട്ടില്ല. ആണ് അല്ലേ? ആണല്ലോ, ആണ്. ആണ്. അത് പത്രോസ് ഇപ്പൊ നമ്മൾ സൗകര്യ 39 വാക്യല്ലേ ഇപ്പൊ വായിച്ചത്? അത് തന്നെ. വെരി ഗുഡ്. അതെ. ഉള്ളതല്ലോ. നീ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ പത്രോസ് തുടങ്ങിയ ആദിമ വിശ്വാസികൾക്ക് ഈ വിശിഷ്ട അനുഗ്രഹം ലഭിച്ചുവെങ്കിലും പ്രാപിക്കാത്തവർക്ക് പിന്നെയും അത് വാഗ്ദത്തമായി ഇരിക്കുകയാണ്. അത് പ്രാപിക്കണം. ആണ്. അതായത് എല്ലാവരും അത് പ്രാപിച്ചേ മതിയാവൂ അല്ലേ എന്നാണ് പത്രോസ്. അതായത് പത്രോസ് പറഞ്ഞല്ലോ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്ന് പറഞ്ഞാൽ അതായത് ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥർക്കും യഹൂദന്മാർക്കും ഏവർക്കും ജാതികൾക്കും എന്ന് താല്പര്യം ആണ്. ഓർമ്മയിരിക്കണം. സ്തോത്രം. അപ്പൊ പെന്തക്കോസ്ത് ദിവസത്തിൽ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എങ്കിലും അത് പ്രാപിക്കാത്ത യഹൂദാജനം അവിടെയുണ്ട്. ജാതിയായാലും ക്രേത്തയിൽ നിന്ന് ക്രേത്തരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വായിക്കണം, അവിടോട്ടൊന്നും പോകുന്നില്ല. അപ്പം ആദ്യ വിശ്വാസം
അതപ്പോൾ ഇത് പ്രാപിക്കാത്തിടത്തോളം കാലം അത് വാഗ്ദത്വമായി അവശേഷിക്കുകയാണ്. വാഗ്ദത്തം തന്നിട്ടുണ്ട്, പക്ഷെ നാം അത് പ്രാപിച്ചിരിക്കണം, അല്ലേ? വാഗ്ദത്തം തന്നിട്ടുണ്ട്, പ്രോമിസാണ്. പ്രോമിസറി നോട്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അത് എങ്ങനെ കിട്ടുന്നത്? സ്തോത്രം. അതെ. അപ്പൊ ആദ്യ വിശ്വാസികൾ മാളിക മുറിയിൽ വെച്ച് പ്രാപിച്ചതുപോലെ മറ്റെല്ലാവരും പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. 120 പേര് പ്രാപിച്ചത് കൂടാതെ എല്ലാവരും പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഓരോ വിശ്വാസിയും വ്യക്തികളായി തന്നെ പ്രാപിക്കാതെ പോകാൻ വഴിയൊന്നും ഇല്ല അതിനകത്ത്, അല്ലേ? വേറൊരു മറുകണ്ഠം ചാടാനൊക്കത്തില്ല. ഇത് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സഭ ഉടലെടുത്ത ആദ്യ ദിവസം ചിലര് പ്രാപിച്ചത് തങ്ങൾക്ക് കൂടെ ആണെന്ന് സംതൃപ്തി അടഞ്ഞിരിപ്പാൻ, അതായത് ഞങ്ങൾ കൂടെ ആണെന്ന് പറഞ്ഞങ്ങനെ സംതൃപ്തിയായിട്ടിരിക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ല അല്ല തിരുവഴുത്തിലെ ഉപദേശം ആരെയും അങ്ങനെ അനുവദിച്ചിട്ടുമില്ല. നമ്മൾ വായിച്ചു, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്, പ്രാപിച്ചെടുക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓണം. അപ്പം ആത്മനിറവിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മസ്നാനത്തിൽ അത് അടങ്ങിയിരിക്കുന്ന ഒരു അനുഭവം ആണ് ആത്മനിറവ്. പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്കറിയാം, ആദ്യ ശിഷ്യന്മാർ ആത്മസ്നാനമാണെന്ന് അവർക്ക് മനസ്സിലായി. കർത്താവ് വാഗ്ദത്തം ചെയ്തത്. അതായത് 2:4 എന്ന് വായിച്ച, സോറി, അപ്പോസ്തലർ 2:4 എന്ന് വായിച്ച, 2:4. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നാം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും. ആമേൻ, അല്ലേ? എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി എന്നാണ്. അപ്പം പരിശുദ്ധാത്മ സ്ഥാനത്തിൽ പരിശുദ്ധാത്മ നിറവ് അടങ്ങിയിരിക്കുന്നു എന്നത് യാതൊരു തർക്കമില്ലാത്ത സംഗതിയാണ്. അപ്പൊ ആത്മസ്നാനം ഒരു വിശ്വാസിയിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവില്ല. അപ്പം എന്നാൽ അപ്പൊ ആത്മനിറവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് നോക്കാം. പെന്തക്കോസ്ത് ദിവസത്തിൽ ആത്മാഭിഷേകം പ്രാപിച്ചിരുന്ന പത്രോസ് പിന്നെയും ആത്മാവിനാൽ നിറയപ്പെട്ടു. 4:8 വായിച്ച, 4:8. 4:8. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും ദുർബന്മാരും ആയുള്ളവരെ അത്ര മതി കുഞ്ഞോട്ട്, അത്ര മതി. എന്നറിയാം, നമ്മൾ പോയിന്റ് എന്താണെന്നറിയോ? പത്രോസ് ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ഇവിടെ പിന്നെയും വായിക്കുന്നു, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവിടെ കണ്ടോ. ആമേൻ. അപ്പൊ പിന്നെയും അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാണ് ഞാനിവിടെ ഈ IPL ഇതിനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് എനിക്ക് ഉപ്പയ്ക്ക് റാണി ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. ഇപ്പൊ അഭിഷേകത്തിന് ആത്മനിറവുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക ദൈവമക്കളെ. ഞാനീ പറയുന്നത് ഞാൻ പറയുന്നതല്ലല്ലോ, ദൈവവചനത്തിൽ നമ്മുടെ ടോപ്പിക് എന്തോ? പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റുന്നു. നാം ദൈവത്തിന്റെ ആലയമാണ്. ആലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കണം. മാറി അതെങ്ങനെ? കണ്ടിന്യൂസ് ആണ്. ഇവിടെ വായിച്ചല്ലോ. അതായത് നമ്മൾ വായിച്ച അങ്ങനെയല്ലേ സഹോദരി വായിച്ചത്? പത്രോസ് നിറഞ്ഞവനായി. നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര പേരിന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ IPA പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എത്ര പേര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രാർത്ഥിച്ചു?
ഞാൻ ആരും ഉത്തരം പറയണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആരും ഉത്തരം പറയണ്ട. എനിക്കത് കേൾക്കണമെന്ന് താല്പര്യവും ഇല്ല. താല്പര്യം ദൈവമായിട്ടുള്ള കാര്യമാണ്. വചനത്തിൽ കൂടിയാണ് ഞാൻ ചോദിച്ചത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പൊ ഇനി ഇതൊന്ന് വായിക്കും സോറി. ഇത് തന്നെ 4:31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഓ ഹല്ലേലൂയ. അപ്പം ഇവിടെ കണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. നാളെ ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാലേ ചിലർ പറയും ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ നാളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തോ അഭിഷേകം പ്രാപിച്ചെന്ന് പല വിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, IPA കാര്യമൊന്നുമല്ലേ പറയുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ അവരാരും അന്യഭാഷ പറയുന്നത് കേട്ടിട്ടില്ല. ഒന്നുകിൽ അന്യഭാഷ പറയണം, അല്ലെങ്കിൽ അവരുടെ സ്ഥലം ഒന്ന് കുലുങ്ങും. ഇരിക്കുന്ന ഒന്ന് കുലുങ്ങുമെന്ന് അല്ലേ? കുലുങ്ങത്തില്ലേ കുഞ്ഞുവർഷം? കുലുങ്ങുമല്ലോ. ഇപ്പൊ ഞാനിവിടെ ഇരുന്നോണ്ട് ഞാൻ പറയാം, ഈ ബേസ്മെന്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ്. തറയിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കസേരയിലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതേ സ്പോട്ടിലായിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ മോള് ജൂലി എൻ്റെ മടിയിൽ, അവക്കന്ന് 1 വയസ്സങ്ങാണ്ടാന്ന് തോന്നുന്നു, എൻ്റെ മടിയിൽ കിടന്നുറങ്ങുക. ഓക്കെ, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. എൻ്റെ വൈഫ് ജോലിക്ക് പോയിരിക്കുകയാണ്, ഞാൻ തന്നെ ഇവിടെ ഉള്ളൂ, ഞാനും മോനും മോള്. എല്ലാ ആഴ്ചയിലും ഇവിടെ മീറ്റിംഗ് ഉണ്ട്. എവരി സൺഡേ കൂടാമ്പള്ളം പാസ്റ്ററോട് ചോദിച്ചു നോക്ക്. അദ്ദേഹം ഓഫുള്ളപ്പം എല്ലായ്പ്പോഴും വരുന്ന ആളാണ്. ഇവിടെ എല്ലാ സൺഡേ മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഇട ദിവസങ്ങളും മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മോൾ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചു. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഇരിക്കുമല്ലോ, എന്നെ പൊങ്ങുകയും താഴുകയും ചെയ്യുക. എൻ്റെ മോളെല്ലാം മടി കിടപ്പുണ്ടെന്ന് ഉറങ്ങുമോ? ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഞാൻ ബൈബിൾ എഴുതിയിട്ടുണ്ട് ഡേറ്റ്, മനസ്സിലാക്കണം. അതേ സ്പോട്ടിലാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. ആമേൻ. അപ്പം പരിശുദ്ധാത്മാവിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കുലുങ്ങും, അത് അന്യഭാഷ സംസാരിക്കും. ആണോ? അപ്പൊ ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാനൊന്നും നിങ്ങളെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത് കേട്ടോ. ഞാനും തെറ്റിദ്ധരിക്കുന്നത് IPA-ക്കാരോട് ഞാൻ പറഞ്ഞു. IPA-ക്കാരുടെ കാര്യമൊന്നുമല്ല ഞാൻ മെൻഷൻ ചെയ്തത്. പല വിശ്വാസങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ചു. പക്ഷെ ഒരന്യഭാഷയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ ദേഹം ഒന്ന് കുലുങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത് ഇതിപ്പോൾ പറഞ്ഞത് അതിനോട് പറയണമല്ലോ, ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അഭിഷേകം കംപ്ലീറ്റ് അന്യഭാഷ സംസാരിച്ച് അഭിഷേകം. അത് അർദ്ധരാത്രി 11:58 11:58 PM ഒരു ദൈവദാസന്റെ ഭവനത്തിൽ വെച്ചാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അത് ആ അനുഭവം കൂടെ പറയാം. ഞാൻ ഇരുന്ന സ്പോട്ടിൽ നിന്നും 6 അടി എന്നെ 8 ഒറ്റ എറിഞ്ഞു. അറിയാമോ? 6 അടി 8 അടി ദൂരത്തോട്ട് എന്നെ പൊക്കിയെടുത്ത് ഒറ്റ എറിഞ്ഞ് ദൈവാത്മാവ്. അറിയാമോ? അന്ന് രാത്രി ഞാൻ അഭിഷേകം പ്രാപിച്ചു. 1 മണിക്കൂർ അന്യഭാഷ സംസാരിക്കുമ്പം എൻ്റെ കൂടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ അവർ ചിക്കാഗോയിൽ 2 ദേവദാസന്മാരാണ്. ചിക്കാഗോയിൽ 2 ദേവദാസന്മാർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 3 പേരും ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനൊക്കെ രാത്രി 1 മണിയായിട്ട് ഞാൻ നിർത്തുന്നില്ല. അവർക്കാണെങ്കിൽ കിടക്കണം രാവിലെ ഉള്ള ഉപവാസ പ്രാർത്ഥന. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ കനോട്ട് സ്റ്റോപ്പ്. മനസ്സിലാക്കാം? ഓക്കെ, എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വായിച്ചത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം
കുലുങ്ങി. എല്ലാവരും പരിശുദ്ധ കുലുങ്ങി. അപ്പൊ ഒരു കുരുക്കോ അപ്പൊ ഒന്നുകിൽ ചുമ്മാതെ കൊണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവൂ? അഭിഷേകം പ്രാപിച്ചെങ്കിൽ അന്യഭാഷ സംസാരിക്കണം, അല്ലെ കുലുങ്ങുകയെങ്കിലും ചെയ്യും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണമല്ലോ. ഓക്കെ. അപ്പം നമ്മള് സ്തോത്രം ഇതൊന്ന് വായിക്കും സൗകര്യം. ഈ അപ്പോസ്തലപ്രവൃത്തി 6:5 ഒന്ന് വായിച്ചു. 6:5 ഈ വാക്ക് പുസ്തകത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കോനോർ, സീമോൻ, സൽമനാസ്, യഹൂദ, മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. 6:8 വായിച്ചു സോറി. 6:8. അനന്തരം കൃപയും ശക്തിയും നിറഞ്ഞവരായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഓക്കെ. ഇനി 6:55 ഒന്ന് വായിച്ചേ. 6:55. 55 55 അപ്പോസ്തലപ്രവൃത്തി സ്തെഫാനോസിന്റെ അവസാനത്തെ ഒന്ന് വായിച്ചു. 7:55 അവനോ പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് മുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത്. അത് തന്നെ 7:55 സഹോദരി. യെസ്. അത് അവിടെ ഇരിക്കുന്നെന്തോ അവൻ പരിശുദ്ധാത്മാ നിറഞ്ഞവനായി. അപ്പം നമ്മൾ വായിക്കാൻ കാരണം എന്ത്? സ്തെഫാനോസ് അഭിഷേകം പ്രാപിച്ച മനുഷ്യനാണ്, പിന്നീടും അഭിഷേകം പ്രാപിച്ച് നിറഞ്ഞവനായി. നാം അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ പിന്നെയും അത് തുറന്നുകൊണ്ടേയിരിക്കണം. അതാണ് ദൈവം നമ്മുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോംസ് us into a temple. പരിശുദ്ധാത്മാഭിഷേകം നമ്മെ ആലയമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ടാബർനാക്കളുടെ കാര്യം നമ്മൾ കേട്ടു, ശലോമോൻ ദേവാലയം കേട്ടു. അവിടെയെല്ലാം ദൈവം വസിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇപ്പം പുതിയ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതെങ്ങനെ ദൈവം വസിക്കും? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടായിരിക്കുന്നു, അല്ലേ? ആണോ? അപ്പം സ്തോത്രം. യെസ്, ആമേൻ. അല്ലേ? അപ്പം അപ്പോസ്തലർ 9:17 അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് ഗ്ലോറി അല്ലേ? പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. അതാ ഞാൻ അല്പം മുമ്പേ ചോദിച്ചത്, ഇന്ന് എത്ര പേര് അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്? ഇന്ന് എത്ര പേര് അന്യഭാഷയിൽ ആരാധിച്ചിട്ടുണ്ട്? ആ ചോദ്യം മനസ്സിലാക്കി മേടിക്കുന്നു. പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ എല്ലാവരെക്കാട്ടിലും കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അതിന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? താൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും താൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ്. അതാണ് ഇവിടെ പരിശുദ്ധാത്മ പൂർണ്ണൻ. ഓ ഹല്ലേലൂയ, അല്ലേ? അപ്പം അവൻ ആത്മസ്ഥാനം പ്രാപിച്ചിരുന്നു, അല്ലേ? ആണ്. ഹല്ലേലൂയ. ഇതിന് നമ്മള് ഈ വചനം ഇപ്പൊ ഇവിടെ പറയാൻ കാരണം എന്താ? നാം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തിൽ ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ നാം ആത്മപൂർണ്ണരായിരിക്കണം. സ്തോത്രം. ഇതൊന്ന് വായിക്കും. അപ്പോസ്തലപ്രവൃത്തി 13:9 വായിച്ചേ.
അപ്പോസ്തലർ 13:9. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. കണ്ടോ ഓരോ ദിവസവും ആകുന്നതും പരിശുദ്ധാത്മ പൂർണ്ണനാണെന്ന്. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. ഓ ഗ്ലോറി! ദൈവമക്കളെ, IPA ദൈവമക്കളെ, ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും വന്നിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മ പൂർണ്ണനാണോ നാം? ഞാൻ പറഞ്ഞതല്ലല്ലോ. അതെ, പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. പിന്നെ 9:22 വായിക്കാം. ഈ ഇത് തന്നെ അപ്പോസ്തലർ 9:22. 9:22. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. മേൽക്കുമേൽ. ഓ ഗ്ലോറി! ഹല്ലേലൂയ! അവിടെ ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, പണ്ട് അനുഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിൽ സാറ്റിസ്ഫൈഡ് ആകാതെ ഇപ്പം നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധാത്മപൂർണൻ ശൗലോ മേൽക്കുമേൽ അഭിഷേകം പ്രാപിച്ചു. നീ അനന്യാസ് പറയുന്നത് നീ പരിശുദ്ധാത്മ പൂർണ്ണനായി മാറും. സ്തോത്രം. പത്രോസ് പിന്നെയും പരിശുദ്ധാത്മ നിറഞ്ഞവനായി അവരോട് സംസാരിക്കുന്നു. അവർ സ്ഥലം കുലുങ്ങി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം. അപ്പം ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അതെ, സ്തോത്രം. നമ്മൾ ഈ എഫേസ്യ ലേഖനം 5:19 വായിച്ചു. സോറി, എഫേസ്യർ 5:19. സ്തുതികളാലും അന്യ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടേ. ഹല്ലേലൂയ. അവിടെ ഒരു പദപ്രയോഗം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു എഫേസ്യ ലേഖനത്തിൽ നിന്ന് ആത്മാവ് നിറഞ്ഞവനായി എന്നൊരു പദപ്രയോഗം. സ്തോത്രം. അതെ, 18-ാം വാക്യം ഒന്ന് വായിക്കേ. എഫേസ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. ഓ ഹല്ലേലൂയ. ദാറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആത്മാവ് നിറഞ്ഞവരായി മുന്നോട്ട് പോകുവാനാണ് വിശ്വാസികളായ നാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. പുറപ്പാട് പുസ്തകം മുതലേ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാമല്ലോ, യോഹന്നാൻ അപ്പോസ്തലനെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്തയുടെ ആത്മസ്ഥാനം പ്രാപിച്ചവനാണ്, അല്ലേ? യോഹന്നാൻ അപ്പോസ്തലനാണല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ ആണല്ലോ. ആണ്. ഓക്കെ. അവിടെ കൊണ്ട് നിന്നോ? ഇല്ലല്ലോ. അവൻ ആത്മാവ് പറഞ്ഞാട്ടെ, പ്രൂവ് ചെയ്താട്ടെ. എങ്ങനെ ഓക്കെ. അപ്പൊ അറിയാം, അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് തീർന്നോ? ഇല്ല. വെളിപ്പാട് 1:10. വെളിപ്പാട് 1:10. കണ്ടോ? അപ്പം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ നിറഞ്ഞ അഭിഷേകം പ്രാപിച്ച വ്യക്തി ഏതാണ്ട് 66-70 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം. 66-70 വർഷം കഴിഞ്ഞപ്പം താൻ ആത്മാവിശനായി. എവിടെ വെച്ച്? പത്മോസ് ദ്വീപിൽ വെച്ച്, ഗുഹയിൽ കിടക്കുമ്പോൾ, കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ താൻ ആത്മാവിശനായി.
ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്തിനാ ഇത്ര മതിയല്ലോ അല്ലേ? താൻ ആത്മവിവശനായി, 66 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ആത്മവിവശനായി. അതാ ഞാൻ ചോദിച്ചത്, ഇന്ന് എത്ര പേര് ഇന്ന് അന്യഭാഷയിൽ ആരാധിച്ചു? ഓ ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നാം ക്ലെയിം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വചനം നമ്മൾ ഇനി കേട്ടില്ല അല്ലേ? അതായത് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമ്മൾ വ്യക്തമാവണം, നമ്മൾക്ക് മനസ്സിലായി ആത്മസ്നാനം, ആത്മനിറവ്, ആ അനുഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അതെ, അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ കൂടുതൽ സമയം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത്രയും നമ്മൾ ആവശ്യത്തിനുള്ള കാര്യം അല്ലേ? സ്തോത്രം. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെ നമുക്ക് വേണ്ടത് എന്താണ്? ആത്മാഭിഷേകത്തിൻ്റെ അനുഗ്രഹം നമ്മളെല്ലായ്പ്പോഴും നിരന്തരം സ്തോത്രം നട്ടുച്ചവരെ നമ്മൾ വായിക്കുന്നുണ്ട്, വേദത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ സംഗീതം 104:15 വായിച്ച സംഗീതം 104:15 അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യം വീഞ്ഞും അപ്പവും ഉത്ഭവിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇതൂടെ ഒന്ന് വായിക്കും. സദൃശവാക്യം 4:18 ഒന്ന് വായിക്കും. സദൃശവാക്യം 4:18. സദൃശവാക്യം 4:18. നീതിമാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരും. ആമേൻ. നമുക്ക് നട്ടുച്ചവരെ, അതാണല്ലോ ഏറ്റവും സൂര്യന്റെ പ്രകാശം കൂടുതലുള്ള സമയം. അപ്പൊ അന്നേരവും നമ്മൾ ശോഭിക്കണം. നമ്മൾ എത്രത്തോളം അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നത് മതി. അല്ല, നട്ടുച്ചവരെ നല്ല പ്രകാശം ഉള്ളപ്പോഴും നല്ല ആരോഗ്യമുള്ളപ്പോഴും നട്ടുച്ചവരെ അന്യഭാഷ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഓ ഹല്ലേലൂയ. ഇത്തരം കാര്യം പറയുന്നതൊന്നും ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നട്ടുച്ചവരെ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ, ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഞാൻ ഇന്ന് പോരാ, നോ, പ്രകാശത്തിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ അല്ലേ? സ്തോത്രം. അതായത് നമ്മുടെ ജീവിതത്തെ ശോഭിപ്പിക്കുന്നെന്തോ കർത്താവ് പറഞ്ഞെന്തോ ഒരു വാക്കിട്ട് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. യോഹന്നാൻ 8:12 എന്ന് വായിച്ച്. യോഹന്നാൻ 8:12. അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. നാം ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഈ വെളിച്ചം അവിടെ പ്രകാശിക്കണം. നാം ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ വെളിച്ചം അവിടെ പ്രകാശിക്കണം. നാം സഭയിൽ കടന്നു ചെല്ലുമ്പോൾ ഈ വെളിച്ചം അത് പ്രകാശിക്കണം. ഒരു വാക്കിന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. യെശയ്യാ 9:2 വായിച്ച്. യെശയ്യാ 9:2. യെശയ്യാ 9:2. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ആമേൻ. ഇരുട്ടിൽ നടന്ന ജനമാണ് വലിയൊരു വെളിച്ചം കണ്ടു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മൾ എത്രത്തോളം നടത്തിയ വഴികൾക്കായി
അവൻ നമ്മളെ അനുഗ്രഹിച്ചതായി നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം, നമുക്കറിയാം. റോമർ 1:17, റോമർ 1:17 ഒന്ന് വായിക്കാം. റോമർ 1:17, റോമർ 1:17. അത് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എഴുതിയിരിക്കുന്ന നീതിമാൻ വിശ്വാസം ജീവിക്കും. നമുക്ക് വിശ്വാസത്താൽ ജീവിക്കാം. കർത്താവിന്റെ ഒരുവരെയും നമുക്ക് ഓരോ ദിവസം നട്ടുച്ചോരെ ശോഭിക്കാം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കുഞ്ഞുമോൾ. വന്ന് വായിച്ചതിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.